പത്തനംതിട്ട കൂടലിൽ ഭർത്താവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽവാസിയായ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബൈജുവിനെ കൂടൽ പോലീസ് പിടികൂടി. ബൈജുവുമായുള്ള വാക്കേറ്റത്തിനിടെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയ വൈഷ്ണവിയെയും വീട്ടിലുണ്ടായിരുന്ന വിഷ്ണുവിനെയും ബൈജു വെട്ടിക്കൊല്ലുകയായിരുന്നു. ബൈജുവിന് ഭാര്യയെ സംശയമുണ്ടായിരുന്നുവെന്ന് എഫ്ഐആറിൽ ബൈജു വിഷ്ണുവായിട്ട് സാമ്പത്തിക ഏർപ്പാടോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒരു തമ്മിൽ ഒന്നിച്ച് പണിക്ക് പോകുന്നു, വരുന്നു. അവർ കൂട്ടുകാർ തന്നെ, അവർ ഒന്നിച്ചാണ് പഠിച്ചതും, ഒരേ പ്രായക്കാരും അവർ രണ്ടുപേരും. അല്ല, പ്രായം അങ്ങനെ വ്യത്യാസങ്ങളോ ഒന്നും ഉള്ളവരല്ല. ഇതെന്താണെന്നുള്ളത് അറിയത്തില്ല. ഇവർ പണിയും കഴിഞ്ഞ് വന്ന് വെച്ച് ഏതാണ്ട് എന്നെ വിളിച്ചറിയിക്കുന്ന സമയം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 10-10:45 മണി ആയപ്പോഴായിരിക്കും ഇവർ ഇവിടുന്ന് അവിടെ ചെന്നിട്ടാണ് ഈ സംസാരവും കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. ആ പയ്യൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് ഈ വഴക്കോ കാര്യങ്ങളും ഉണ്ടായേക്കുന്നത്. കാര്യം ഇവിടെ വെച്ച് ബൈജുവും വിഷ്ണുയോ അവളുമായിട്ട് വഴക്കുണ്ടായിട്ട് നമുക്കറിയത്തില്ല. കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇവിടെ വന്നിട്ട് നമ്മൾ ആരോടും ചോദിച്ചും അറിയാൻ പറ്റുന്നൊരു മാർഗ്ഗമില്ല. ഈ 11 മണിക്ക് ആരോട് ചോദിച്ചറിയാൻ എന്തോ സംഭവിച്ചതെന്ന്. പിന്നെ കണ്ടെന്ന് പറയുന്നത് ബൈജുവിൻ്റെ അമ്മയാണ്. അവർക്ക് ആ ചുറ്റുപാടിൽ നമ്മൾ എന്തോ അവരോട് ചോദിക്കാൻ പറ്റുന്നത്, എന്തോ അറിയാൻ പറ്റുന്നത്. പ്രതികരണമാണ് കണ്ടത്. എന്തായാലും ഈ വളരെ ക്രൂരമായ ഒരു കൊലപാതക വാർത്ത തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്. നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരും. നന്ദുഷ, അതായത് ഈ പ്രതിക്ക് ഭാര്യയെ സംശയം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ബൈജുവിന് വൈഷ്ണവിയെ വലിയ സംശയമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ വിഷ്ണുവുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. വിഷ്ണുവിന് ഈ കാര്യത്തിൽ പങ്കില്ല. ഒരു ഭാര്യയെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ വിഷ്ണു കൊല്ലപ്പെട്ടതാണ് എന്നുള്ള വിവരങ്ങളാണോ ലഭിക്കുന്നത്? കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ നന്ദുഷ? ജെസി, അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ കൊലപാതകം നടത്തിയ ബൈജു നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇന്നലെ ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ ശേഷം കൂടൽ പോലീസ് സ്റ്റേഷനിലെത്തി ബൈജു കീഴടങ്ങുകയായിരുന്നു. എങ്കിൽ പോലും പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ബൈജുവിൽ നിന്ന് നിർണായക വിവരങ്ങളൊന്നും തന്നെ, ഈ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമാക്കുന്ന വിവരങ്ങളൊന്നും തന്നെ പോലീസ് സംഘത്തിന് ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ് പോലീസ്. ഏതായാലും നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ചും പോലീസ് എഫ്ഐആറിൽ നിലവിൽ പറഞ്ഞതനുസരിച്ചും ഈ വൈഷ്ണവിയും ബൈജുവും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാവാറുണ്ടായിരുന്നു. വൈഷ്ണവിക്ക് മറ്റു ബന്ധങ്ങളുണ്ട് എന്ന് ബൈജു നിരന്തരം ആരോപിച്ചിരുന്നു. ഈ കൊല്ലപ്പെട്ട വിഷ്ണുവുമായി ഉൾപ്പെടെ വൈഷ്ണവിക്ക് അടുപ്പമുണ്ടെന്ന് ബൈജു പലതവണ ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വഴക്കാണ് ഇന്നലെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഈ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. ഇന്നലെ 11:30 ഈ ബൈജുവിന്റെ വീട്ടിൽ വെച്ച് ഇത്തരത്തിലൊരു വഴക്കുണ്ടാവുകയും വൈഷ്ണവി ഉടൻ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി സമീപത്ത് തന്നെയുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തത്. പിന്നാലെ എത്തിയ ബൈജു കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് രണ്ടുപേരെയും വെട്ടി വീഴ്ത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വൈഷ്ണ മരിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് വിഷ്ണുവിന് ജീവൻ നഷ്ടമായത്. എന്തായാലും അതിക്രൂര കൊലപാതകമാണ് പത്തനംതിട്ട ജില്ലയിലെ ഈ കൂടലിന് സമീപമുള്ള പാടം എന്ന പ്രദേശത്ത് നടന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ, ഈ വൈഷ്ണയും ഭർത്താവ് ബൈജുവും തമ്മിൽ മുൻപ് സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും പേരിൽ വഴക്കുകൾ നിരന്തരം ഉണ്ടാകാറുണ്ട് എന്നാണ് അല്പം മുമ്പ് വൈഷ്ണയുടെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊലപാതകത്തിന്റെ വ്യക്തമായ കാരണങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നത്. ശരി നന്ദുഷ, ഇനിയും ഏറെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കാനുണ്ട്. ഈ ബൈജുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് നന്ദുഷ റിപ്പോർട്ട് ചെയ്യുന്നത്.